നമസ്തേ. RSSന് ശത്രുക്കളില്ല. ഇന്ന് എതിർക്കുന്നവർ പോലും നാളത്തെ സ്വയം സേവകരാകാം. ജാതി മറന്നാൽ രാഷ്ട്രീയം മാറും. ഭാരതം ഒരു ഭൂമിശാസ്ത്രപരമായ അതിർത്തി മാത്രമല്ല, അത് ഒരു ഹിന്ദു രാഷ്ട്രത്തിന്റെ സാംസ്കാരിക സ്വഭാവമാണ്. ഇത് പറയുന്നത് മറ്റാരുമല്ല, RSS സർസംഘചാലക് ഡോക്ടർ മോഹൻജി ഭാഗവതാണ്. അദ്ദേഹത്തിന്റെ ഈ വാക്കുകളാണ് ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ ചർച്ചയാകുന്നത്. എന്തുകൊണ്ടാണ് ഈ അദ്ദേഹത്തിന്റെ വാക്കുകൾക്ക് ഇത്ര പ്രാധാന്യം ലഭിക്കുന്നത്? സംഘശതാബ്ദി വർഷത്തിൽ RSS നൽകാൻ ശ്രമിക്കുന്ന സന്ദേശം എന്താണ്? വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും അഭിപ്രായം കമന്റായി രേഖപ്പെടുത്താനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ഇനി വിഷയത്തിലേക്ക്. 1925 ഡോക്ടർ കേശവ് ബൽറാം ഹെഡ്ഗേവാർ സ്ഥാപിച്ച രാഷ്ട്രീയ സ്വയംസേവക സംഘത്തിന് 2025-26 കാലഘട്ടം ചരിത്രപരമായ ഒരു നാഴികക്കല്ലാണ്. സംഘം 100ാം വർഷത്തിലേക്ക് കടക്കുന്ന സാഹചര്യത്തിൽ രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ പ്രഭാഷണങ്ങളും പൊതുപരിപാടികളും സംഘടിപ്പിക്കുകയാണ്. സംഘശതാബ്ദിയുടെ ഭാഗമായി കഴിഞ്ഞ ദിവസം തിരുവനന്തപുരത്ത് ഉദയ പാലസ് ഓഡിറ്റോറിയത്തിൽ സംഘടിപ്പിച്ച പ്രത്യേക സമ്മേളനത്തിൽ വിവിധ മേഖലകളിൽ നിന്നുള്ള ക്ഷണിക്കപ്പെട്ട വ്യക്തികളെ അഭിസംബോധന ചെയ്താണ് മോഹൻജി ഭാഗവത് സംസാരിച്ചത്. പ്രശ്നങ്ങളെക്കുറിച്ച് വീടിനുള്ളിലിരുന്ന് പരിതപിക്കുകയല്ല, രാഷ്ട്രചിന്തയോട് ഒരുമിച്ച് ചേരുകയാണ് വേണ്ടതെന്ന് RSS സർസംഘചാലക് ഡോക്ടർ മോഹൻജി ഭാഗവത് പറഞ്ഞു. സമാജത്തെ സംഘടിപ്പിക്കുകയാണ് RSS ചെയ്യുന്നത്. സംഘത്തിന് ആരും എതിരാളികളല്ല, എല്ലാവരും നാളത്തെ സ്വയം സേവകരാണ്. ഏറെ തെറ്റിദ്ധരിപ്പിക്കപ്പെട്ട സംഘത്തെക്കുറിച്ച് ശരിയായ ധാരണ ലഭിക്കാനുള്ള അവസരമാണ് ഇത്തരം സദസ്സുകളെന്ന് അദ്ദേഹം ചൂണ്ടിക്കാട്ടി. സംഘത്തെ അറിയാൻ സ്വയം സേവകരെ കേൾക്കുകയും സംഘപരിപാടികളിൽ പങ്കെടുക്കുകയും വേണം. പ്രൊപ്പഗാണ്ടകൾക്കും നറേറ്റീവുകൾക്കും പിന്നാലെ പോകരുത്. ഞാൻ പറയുന്നതും കേട്ടും ഒരു ധാരണയിൽ എത്തണമെന്നുമില്ല. 1 മണിക്കൂർ ശാഖകളിലെത്തിയും സംഘശിബിരങ്ങളിലെത്തിയും കണ്ടും അറിഞ്ഞും RSSനെ മനസ്സിലാക്കണം. സംഘം വന്നത് പൂർത്തീകരണത്തിനായാണ്. എല്ലാം ഉണ്ടായിട്ടും ദീർഘകാലം അടിമത്തത്തിലായി പോയ നാടാണ് നമ്മുടേത്. കടന്നുകയറി ഭരിച്ച 7ാമത്തെ അധിനിവേശ ശക്തിയാണ് ബ്രിട്ടൻ. സ്വാതന്ത്ര്യത്തിന് വേണ്ടി ഉയർന്ന മുന്നേറ്റങ്ങൾ സ്വാതന്ത്ര്യാനന്തരം മുന്നോട്ടു പോയില്ല. പരിഷ്കരണ പരിശ്രമങ്ങൾ ചില തുരുത്തുകളിൽ മാത്രം ഒതുങ്ങി. ജന്മനാ ദേശഭക്തനായ ഡോക്ടർ കേശവ് ബൽറാം ഹെഡ്ഗേവാർ അനുഭവങ്ങളുടെയും നിരീക്ഷണങ്ങളുടെയും അടിസ്ഥാനത്തിൽ രാഷ്ട്രം അതിന്റെ തനിമയിൽ സംഘടിക്കാതെ പൂർവ്വവൈഭവം പുനഃസ്ഥാപിക്കാനാവില്ലെന്ന തീരുമാനത്തിലെത്തുകയായിരുന്നു. ഭാരതം എന്നത് കേവലം ഭൂമിശാസ്ത്രപരമായ അതിരുകളിൽ ഒതുങ്ങുന്നില്ല. ഇത് പ്രകൃതിയാണ്. ഈ രാഷ്ട്രം ഹിന്ദു രാഷ്ട്രമാണ്. ഹിന്ദു എന്നത് നമ്മുടെ ജീവിത രീതിയാണ്, നാടിന്റെ സാംസ്കാരിക തനിമയാണ്. എല്ലാ വിവിധതകളെയും സ്വീകരിച്ചുകൊണ്ട് ഒരുമയോടെ കഴിയുന്നതാണ് ഈ നാടിന്റെ തനിമ. തനിമ ഒരു തത്വശാസ്ത്രമല്ല, അനുഭൂതിയാണ്. അവർ എന്നിലും ഞാൻ അവരിലും എന്ന ഏകത്വ ഭാവനയുടെ പേരാണ് ഹിന്ദു എന്നും ഭാരതീയത ഹിന്ദു രാഷ്ട്രത്തിന്റെ സ്വഭാവ വിശേഷമാണെന്നും സർസംഘചാലക് ചൂണ്ടിക്കാട്ടി. ഇന്നത്തെ ലോകത്തിന് വേണ്ടത് ഭാരതത്തിന്റെ പക്കലാണുള്ളത്. അത് നൽകാനുള്ള തയ്യാറെടുപ്പ് ഭാരതീയർ എന്ന നിലയിൽ നമ്മുടെ ഉത്തരവാദിത്തമാണെന്ന് മോഹൻജി ഭാഗവത് പറഞ്ഞു. കൊടുക്കൽ വാങ്ങലുകളുടെ പാരസ്പര്യമാണ് സമൂഹത്തിന്റെ കരുത്ത്. ലോകത്തിന് വേണ്ടതെല്ലാം ഭാരതത്തിന്റെ പക്കലാണുള്ളത്. അത് നൽകാനുള്ള തയ്യാറെടുപ്പ് ഭാരതീയർ എന്ന നിലയിൽ നമ്മുടെ ഉത്തരവാദിത്തമാണ്. നമ്മൾ അതിന് ഭാരതീയ ജീവിത രീതി ശീലമാക്കണം. ധർമ്മത്തിന്റെ അടിസ്ഥാനത്തിൽ കരുത്തരാകണം. സമാജം സംഘടിക്കുകയല്ലാതെ കരുത്തു നേടാൻ വഴിയില്ല. കരുത്തിന്റെ വഴിയിൽ കുറുകെ നിൽക്കാൻ ആരും ധൈര്യപ്പെടില്ല. ദൗർബല്യം മരണമാണെന്ന് സ്വാമി വിവേകാനന്ദൻ പറഞ്ഞു. ഹിന്ദു സമൂഹം ഒരുമിച്ചു ചേരണം. ഇത് മാതൃഭൂമിയാണെന്നും നമ്മൾ ഒരമ്മയുടെ മക്കളാണെന്നുമുള്ള സാഹോദര്യഭാവം ഉറയ്ക്കണമെന്നും ഡോക്ടർ മോഹൻജി ഭാഗവത് വ്യക്തമാക്കി. RSS തിരുവനന്തപുരം വിഭാഗ് സംഘചാലക് P. ഗിരീഷ്, ദക്ഷിണ കേരളം പ്രാന്തകാര്യവ TV പ്രസാദ് ബാബു എന്നിവർ വേദിയിൽ സന്നിഹിതരായിരുന്നു. പ്രാന്ത സഹസമ്പർക്ക പ്രമുഖ് M. ജയകുമാർ സ്വാഗതം പറഞ്ഞു. വിവിധ മേഖലകളിൽ നിന്ന് ക്ഷണിക്കപ്പെട്ട വ്യക്തികളാണ് പങ്കെടുത്തത്. സദസ്സിന്റെ ചോദ്യങ്ങൾക്കും സംശയങ്ങൾക്കും സർസംഘചാലക് മറുപടി നൽകി. അതേസമയം നേരത്തെ സുട്ടൂർ മഠത്തിൽ JSS മഹാവിദ്യാപീഠത്തിന്റെ സുവർണ ജൂബിലി പ്രഭാഷണ പരമ്പരയിലും സർസംഘചാലക് പങ്കെടുത്തിരുന്നു. അന്നത്തെ അദ്ദേഹത്തിന്റെ വാക്കുകളും ശ്രദ്ധേയമായിരുന്നു. ജാതി കേന്ദ്രിതമായ വോട്ട് ബാങ്കുകൾ തടയാൻ സമൂഹം ജാതി മറക്കുകയേ പരിഹാരമുള്ളൂ എന്ന് അദ്ദേഹം ആ വേദിയിൽ പറഞ്ഞു. സമൂഹം ജാതിയെ ഓർമ്മിക്കുന്നിടത്തോളം കാലം വോട്ട് നേടാനുള്ള നിയമാനുസൃതമായ ശ്രമമായി രാഷ്ട്രീയക്കാർ അത് മുതലെടുക്കും. അവർക്ക് പ്രവർത്തിക്കാതെ തന്നെ ജാതി ഉപയോഗിച്ച് വോട്ട് നേടാൻ കഴിയും. എന്നാൽ സമൂഹം ജാതി മറന്നാൽ രാഷ്ട്രീയക്കാർ സ്വയം നന്നാകുമെന്ന് അദ്ദേഹം ആ വേദിയിൽ വ്യക്തമാക്കി. സുട്ടൂർ മഠത്തിൽ JSS മഹാവിദ്യാപീഠത്തിന്റെ സുവർണ ജൂബിലി പ്രഭാഷണ പരമ്പരയിൽ സദസ്സിന്റെ ചോദ്യത്തിന് മറുപടി കൊടുത്തുകൊണ്ടായിരുന്നു അദ്ദേഹം ഈ വാക്കുകൾ പറഞ്ഞത്.
മിശ്രജാതി വിവാഹം കഴിക്കുന്നവരെ പ്രോത്സാഹിപ്പിക്കാൻ സമൂഹം തയ്യാറാകണം. 1942 മഹാരാഷ്ട്രയിൽ നടന്ന ഒരു മിശ്രജാതി വിവാഹത്തിന് ഡോക്ടർ അംബേദ്കറും RSS സർസംഘചാലകായിരുന്ന ശ്രീ ഗുരുജിയും ആശംസാ സന്ദേശങ്ങൾ നൽകി. ജാതിക്കതീതമായി സമൂഹത്തിനു മുന്നിൽ ഒരു മാതൃക കാട്ടിയതിന് സന്തോഷമെന്ന് ശ്രീ ഗുരുജി എഴുതിയിരുന്നുവെന്ന് അദ്ദേഹം പറഞ്ഞു. ജനസംഖ്യയിലെ അസന്തുലിതാവസ്ഥ പരിഹരിക്കുന്നതിലാണ് ജനസംഖ്യാ നിയന്ത്രണത്തെക്കാൾ അടിയന്തര ശ്രദ്ധ വേണ്ടതെന്ന് മോഹൻജി ഭാഗവത് പറഞ്ഞു. ഭാരതം ഇന്ന് യുവാക്കളുടെ രാഷ്ട്രമാണ്. അടുത്ത 30 വർഷത്തിനുള്ളിൽ ആ യുവാക്കൾക്ക് പ്രായമാകും. അപ്പോൾ അവർക്ക് അന്നം നൽകാൻ എത്ര കരങ്ങൾ വേണ്ടിവരുമെന്ന് ആലോചിക്കണം. സർക്കാർ അടുത്ത 100 വർഷത്തെക്കുറിച്ചാണ് ചിന്തിക്കേണ്ടത്. ദേശീയ ജനസംഖ്യാ നയം വിവേചനമില്ലാതെ നടപ്പാക്കുകയും അതേപ്പറ്റി ജനങ്ങളിൽ അവബോധം സൃഷ്ടിക്കുകയും വേണം. അടിയന്തരാവസ്ഥ കാലത്ത് ബലപ്രയോഗത്തിലൂടെ ജനസംഖ്യ നിയന്ത്രിക്കാൻ അന്നത്തെ സർക്കാർ നടത്തിയ ശ്രമങ്ങൾ നമ്മുടെ മുന്നിലുണ്ട്. ആ സർക്കാർ വലിയ പരാജയം നേരിടേണ്ടി വന്നുവെന്ന് അദ്ദേഹം ഓർമ്മിപ്പിച്ചു. പൊതു സിവിൽ നിയമം ഭാരതത്തിലാകെ നടപ്പാകുമെന്നാണ് വിശ്വാസം. ഉത്തരാഖണ്ഡ് ഉൾപ്പെടെ ഏതാനും സംസ്ഥാനങ്ങളിൽ നിയമം ഇപ്പോൾ തന്നെ നിലവിൽ വന്നിട്ടുണ്ട്. ജനാധിപത്യത്തിൽ കാര്യങ്ങൾ ശ്രദ്ധാപൂർവമാണ് നീങ്ങുക. ക്ഷമയോടെ കാത്തിരിക്കണം. ഇതൊരു വ്യക്തി തീരുമാനിക്കുന്നതല്ല, മറിച്ച് 142 കോടി ജനങ്ങളുടെ തീരുമാനമാണെന്ന് സർസംഘചാലക് വ്യക്തമാക്കി. രാഷ്ട്രീയ സ്വയംസേവക് സംഘ് നാഗ്പൂരിലെ ശാഖ മുതൽ ഇന്ത്യയുടെ അധികാര സിരകൾ വരെ ലോകത്തിലെ ഏറ്റവും വലിയ സന്നദ്ധ സംഘടന, ഇന്ത്യൻ രാഷ്ട്രീയത്തിന്റെ ദിശാസൂചികയായ BJPയുടെ മാതൃ സംസ്ഥാനം, കടുത്ത അനുയായികളും ശക്തരായ വിമർശകരുമുള്ള പ്രസ്ഥാനം. രാഷ്ട്രീയ സ്വയംസേവക് സംഘ് അഥവാ RSSനെ വിശേഷിപ്പിക്കാൻ വാക്കുകൾ പലതാണ്. വെറും 5 പേരുമായി തുടങ്ങി കോടിക്കണക്കിന് അംഗങ്ങളിലേക്ക് വളർന്ന RSSന്റെ ചരിത്രം സങ്കീർണവും അതേസമയം ഇന്ത്യൻ ചരിത്രവുമായി ആഴത്തിൽ ഐക്യപ്പെട്ടതുമാണ്. 1925 സെപ്റ്റംബർ 27 ഒരു വിജയദശമി നാളിലാണ് മഹാരാഷ്ട്രയിലെ നാഗ്പൂരിൽ RSS ജനിക്കുന്നത്. സ്വാതന്ത്ര്യസമര സേനാനിയും ഡോക്ടറുമായിരുന്ന ഡോക്ടർ കേശവ് ബൽറാം ഹെഡ്ഗേവാർ ആയിരുന്നു സ്ഥാപകൻ. സ്വാതന്ത്ര്യസമരത്തിൽ സജീവമായിരുന്ന അദ്ദേഹം ഒരു കാര്യം മനസ്സിലാക്കി: കേവലം രാഷ്ട്രീയ സ്വാതന്ത്ര്യം കൊണ്ട് മാത്രം ഭാരതത്തിന് നിലനിൽപ്പില്ല. ജാതീയതയായാലും പ്രാദേശികവാദത്താലും വിഭജിക്കപ്പെട്ട ഹിന്ദു സമൂഹം സാംസ്കാരികമായി ഒന്നിച്ചില്ലെങ്കിൽ രാജ്യം വീണ്ടും അടിമത്തത്തിലേക്ക് വീണുപോകുമെന്ന് അദ്ദേഹം ഭയന്നു. ഈ ലക്ഷ്യത്തോടെയാണ് യുവാക്കളിൽ അച്ചടക്കവും ദേശഭക്തിയും വളർത്താൻ അദ്ദേഹം സംഘം ആരംഭിച്ചത്. RSSന്റെ അടിത്തറ എന്നത് ദിവസേനയുള്ള ശാഖകളാണ്. ദിവസവും രാവിലെയും വൈകിട്ടും കളിസ്ഥലങ്ങളിൽ 1 മണിക്കൂർ ഒത്തുകൂടുന്ന സ്വയം സേവകർ കായിക വ്യായാമങ്ങൾ, യോഗ, കളികൾ എന്നിവയ്ക്കൊപ്പം ദേശഭക്തി ഗാനങ്ങളും ചരിത്ര ചർച്ചകളും നടത്തുന്നു. 1940 ഹെഡ്ഗേവാറിന്റെ മരണശേഷം രണ്ടാമത്തെ സർസംഘചാലകായ MS ഗോൾവാൾക്കർ ഗുരുജി ചുമതലയേറ്റതോടെയാണ് RSS ഇന്ത്യയൊട്ടാകെ പടർന്നു പന്തലിച്ചത്. തങ്ങളുടെ ചരിത്രത്തിൽ 3 തവണ RSSന് രാജ്യത്ത് നിരോധനം നേരിടേണ്ടി വന്നിട്ടുണ്ട്. 1948 മഹാത്മാഗാന്ധിയുടെ കൊലപാതകത്തെ തുടർന്ന് സംഘടന നിരോധിക്കപ്പെട്ടു. എന്നാൽ RSSന് ഇതിൽ പങ്കില്ലെന്ന് കോടതി കണ്ടെത്തുകയും 1949 നിരോധനം നീക്കുകയും ചെയ്തു. 1975 ഇന്ദിരാഗാന്ധി അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചപ്പോൾ RSSനെ നിരോധിച്ചു. 10,000-കണക്കിന് പ്രവർത്തകർ ജയിലിലായി. അടിയന്തരാവസ്ഥയ്ക്കെതിരായ ഭൂഗർഭ പ്രസ്ഥാനങ്ങൾക്ക് ചുക്കാൻ പിടിച്ചത് സംഘമായിരുന്നു. 1942 ബാബറി മസ്ജിദ് ഇതിനെ തുടർന്ന് താൽക്കാലികമായി നിരോധിക്കപ്പെട്ടെങ്കിലും പിന്നീട് കോടതി ഇടപെടലിലൂടെ നിരോധനം നീക്കി. RSS നേരിട്ട് രാഷ്ട്രീയത്തിൽ ഇറങ്ങിയില്ലെങ്കിലും സമൂഹത്തിന്റെ വിവിധ കോണുകളിൽ സ്വാധീനമുറപ്പിക്കാൻ പല സംഘടനകൾക്കും രൂപം നൽകി. ഇതാണ് ഇന്ന് സംഘപരിവാർ എന്നറിയപ്പെടുന്നത്. രാഷ്ട്രീയത്തിലാണെങ്കിൽ ഭാരതീയ ജനതാ പാർട്ടി, വിദ്യാർത്ഥി രാഷ്ട്രീയത്തിലാണെങ്കിൽ അഖില ഭാരതീയ വിദ്യാർത്ഥി പരിഷത്ത്, തൊഴിലാളികളാണെങ്കിൽ ഭാരതീയ മസ്ദൂർ സംഘ്. RSSനെ കടുത്ത ഭാഷയിൽ വിമർശിക്കുന്നവർ പോലും അംഗീകരിക്കുന്ന ഒന്നാണ് അവരുടെ ദുരന്ത നിവാരണ പ്രവർത്തനങ്ങൾ. 1962 ഇന്ത്യ ചൈന യുദ്ധകാലത്ത് അതിർത്തിയിൽ ഇന്ത്യൻ സൈന്യത്തെ സഹായിക്കാൻ കാട്ടിയ ആർജവത്തിന് 1963 റിപ്പബ്ലിക് ദിന പരേഡിൽ പങ്കെടുക്കാൻ അന്നത്തെ പ്രധാനമന്ത്രി ജവഹർലാൽ നെഹ്റു RSSനെ ഔദ്യോഗികമായി ക്ഷണിച്ചിരുന്നു. ഗുജറാത്ത് ഭൂകമ്പം, സുനാമി, കേരളത്തിലെ പ്രളയങ്ങൾ എന്നിവയിലെല്ലാം സേവാഭാരതി വഴി സംഘം നടത്തിയ പ്രവർത്തനങ്ങൾ അതീവ ശ്രദ്ധേയമാണ്. നിലവിൽ ഡോക്ടർ മോഹൻ ഭാഗവത് ജി നയിക്കുന്ന RSSന് ഇന്ത്യയിലുടനീളം 60,000-ലധികം സജീവ ശാഖകളുണ്ട്. ഇന്ത്യയുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉൾപ്പെടെയുള്ള പ്രമുഖ ഭരണാധികാരികൾ RSSന്റെ പൂർണ്ണസമയ പ്രവർത്തകരായി, പ്രചാരകരായി വളർന്നു വന്നവരാണ്. സംഘശതാബ്ദിയുടെ ഭാഗമായി രാജ്യമുടനീളം വിപുലമായ ജനസമ്പർക്ക പരിപാടികളും പ്രഭാഷണ സഭകളുമാണ് സംഘടിപ്പിച്ചു വരുന്നത്. ഹിന്ദുത്വ, ഹിന്ദുരാഷ്ട്രം എന്നീ ആശയങ്ങളിൽ ഉറച്ചു നിന്നുകൊണ്ട് തങ്ങൾക്കെതിരെയുള്ള പ്രൊപ്പഗാണ്ടകളെ നേരിട്ട് കണ്ടു മനസ്സിലാക്കാൻ പൊതുസമൂഹത്തോട് ആഹ്വാനം ചെയ്തുകൊണ്ടാണ് RSS അതിന്റെ 100-ാം വർഷത്തിന്റെ ചരിത്രപരമായ നാഴികക്കല്ല് പിന്നിടുന്നത്. മോഹൻജി ഭാഗവത് മുന്നോട്ട് വെച്ച ആശയങ്ങളെ നിങ്ങൾ എങ്ങനെ വിലയിരുത്തുന്നു? അവ ദേശീയ ഐക്യത്തിന് സഹായകരമാണെന്ന് കരുതുന്നുണ്ടോ?
അല്ലെങ്കിൽ കൂടുതൽ ചർച്ചയും വിമർശനപരമായ വിലയിരുത്തലും ആവശ്യമാണെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? നിങ്ങളുടെ അഭിപ്രായം എന്തു തന്നെയായാലും കമന്റിലൂടെ പങ്കുവയ്ക്കൂ. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്യുക. കൂടുതൽ വീഡിയോകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നന്ദി. വെബ് ഡെസ്ക് തത്വമൈ ന്യൂസ്. HIV അണുബാധ സന്തോഷപൂർണമായ ഒരു ജീവിതത്തിന് തടസ്സമല്ല. HIV അണുബാധയ്ക്ക് ഫലപ്രദമായ ചികിത്സ ഇന്ന് ലഭ്യമാണ്. ഇതിന് യഥാസമയം അണുബാധ കണ്ടെത്തുന്നതും കാലേക്കൂട്ടി ചികിത്സ നടത്തേണ്ടതും അത്യാവശ്യമാണ്. സൗജന്യമായ ചികിത്സയും മാർഗനിർദ്ദേശങ്ങളും സർക്കാർ ആശുപത്രികളിലെ ART അഥവാ ഉഷസ് കേന്ദ്രങ്ങളിൽ ലഭ്യമാണ്. ആരോഗ്യ സംരക്ഷണം ഓരോരുത്തരുടെയും ഉത്തരവാദിത്തമാണ്.